സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിന്റെ ഉപരോധത്തെ മറികടന്ന് ചൈനീസ് കപ്പൽ. ഇറാന്റെ അനുമതിയോടെ കപ്പൽ ഹോർമൂസ് കടന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ചൈനീസ് കപ്പലിനെ തൊട്ടാൽ വിവരമറിയുമെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രി ട്രംപിന് മുന്നറിയിപ്പും നൽകി. ഇതോടെ ഉപരോധം ലംഘിച്ച് ഹോർമൂസിലേക്ക് ഏത് കപ്പൽ വന്നാലും തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ട്രംപ് കുരുക്കിലായിരിക്കുകയാണ്. ചൈനീസ് കപ്പൽ ഹോർമൂസ് കടന്നുപോയതോടെ ട്രംപിന്റെ ഉപരോധം തവിടുപൊടിയുമായിരിക്കുകയാണ്, നാണക്കേടുമായി. മറ്റൊരു ചൈനീസ് കപ്പൽ കൂടി ഹോർമൂസിലേക്ക് കടന്നു എന്നാണ് റിപ്പോർട്ട്. ഹോർമൂസിന്റെ നിയന്ത്രണം ഇറാനാണ്. ചൈനീസ് കപ്പലുകൾ മേഖലയിൽ തുടർന്നും സഞ്ചരിക്കുമെന്നും തങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത് എന്നും ചൈനീസ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. റഷ്യൻ കപ്പലും ഹോർമൂസിലേക്ക് ഉടൻ എത്തുമെന്നാണ് വിവരം. അതും ട്രംപിന് തടയാൻ കഴിയില്ല. ഇതോടെ അടുത്ത ചൈനീസ് കപ്പൽ എത്തും മുമ്പ് തന്നെ ഇറാനുമായി വീണ്ടും ചർച്ചയ്ക്ക് അന്തരീക്ഷം ഒരുക്കുകയാണ് അമേരിക്ക. ഇതിനായി പാകിസ്ഥാനൊപ്പം തുർക്കിയെയും ട്രംപ് രംഗത്തിറക്കിയിരിക്കുകയാണ്. വ്യാഴാഴ്ച പാകിസ്ഥാനിൽ വെച്ചോ ജനീവയിൽ വെച്ചോ ചർച്ച നടക്കുമെന്നാണ് സൂചന. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പൂർണ്ണമായും പരാജയമാണെന്ന് പറയാനാകില്ല എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞതും അമേരിക്കയുടെ ചൈനീസ് പേടി വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇസ്ലാമാബാദ് ചർച്ചയിൽ ഇറാന്റെ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ അമേരിക്ക വൻ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഹോർമൂസ് ഉപരോധത്തിൽ പങ്കെടുക്കില്ലെന്ന് നാറ്റോ രാജ്യങ്ങൾ വ്യക്തമാക്കിയതും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഹോർമൂസ് വിഷയത്തിൽ ചൈനയും റഷ്യയും നേരിട്ട് ഇടപെടുന്ന സാഹചര്യങ്ങളും ട്രംപിന്റെ പുതിയ ചർച്ചാ നീക്കങ്ങളും നാറ്റോയുടെ നിലപാടും പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ഹോർമൂസിലെ ഉപരോധം തകർക്കാൻ ഇറാനു വേണ്ടി ചൈന നടത്തിയ നീക്കം എന്താണെന്ന് പരിശോധിക്കാം. ചൈനീസ് എണ്ണ ടാങ്കറായ റിച്ച് സ്റ്റാറിയാണ് അമേരിക്കൻ ഉപരോധത്തിന് പുല്ലുവില കൊടുത്തുകൊണ്ട് പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഹോർമൂസ് കടലിടുക്ക് കടന്നുപോയത്. കപ്പൽ ഡേറ്റകളാണ് ഈ കപ്പൽ നീക്കം വ്യക്തമാക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ എണ്ണ ടാങ്കറാണ് അമേരിക്കൻ നാവികസേനയെ വെല്ലുവിളിച്ച് ഗൾഫ് മേഖലയ്ക്ക് പുറത്തെത്തിയത് എന്നതാണ്. ഇറാനുമായുള്ള ഇടപാടുകളുടെ പേരിലാണ് ഈ ടാങ്കറിനും അതിൻ്റെ ഉടമസ്ഥരായ ഷാങ്ഹായ് സുവാൻഡൻ ഷിപ്പിംഗ് കമ്പനിക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത്. ഏകദേശം 2,50,000 ബാരൽ മെഥനോൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ഇടത്തരം ടാങ്കറാണ് റിച്ച് സ്റ്റാറി. യുഎയിലെ ഹംറിയ തുറമുഖത്ത് നിന്നാണ് കപ്പൽ ഇപ്പോൾ ചരക്ക് കയറ്റിയതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ചൈനീസ് ജീവനക്കാർ മാത്രമാണ് കപ്പലിൽ ഉള്ളതെന്നും വിവരങ്ങൾ കാണിക്കുന്നു. ഇറാന്റെ തുറമുഖത്ത് നിന്ന് വരുന്ന കപ്പലുകൾക്കാണ് ഉപരോധം എന്ന ന്യായം അമേരിക്ക പറയുമായിരിക്കും. പക്ഷേ ഈ കപ്പലിന് തന്നെ അമേരിക്കൻ ഉപരോധം ഉണ്ടെന്ന കാര്യം വരുമ്പോൾ ആ ന്യായം നിലനിൽക്കില്ല. അതായത് ട്രംപിന്റെ ഉപരോധത്തെ കപ്പൽ വിട്ട് തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ചൈന. ഇറാനു വേണ്ടിയുള്ള കടുത്ത നീക്കമെന്നും പറയാം. ഇതും പോരാഞ്ഞ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ചൈനീസ് ടാങ്കർ, അതിൻ്റെ പേര് മുരളി കിഷൻ എന്നാണ്. ആ ടാങ്കർ ഒമാൻ കടലിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പോകാൻ ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ ടാങ്കറിൽ നിലവിൽ ചരക്കുകളൊന്നുമില്ല. ഏപ്രിൽ 16 ഇറാഖിൽ നിന്ന് ഈ കപ്പൽ എണ്ണ കയറ്റുമെന്നാണ് കെപ്ലർ ഡാറ്റ, അതായത് ഈ കപ്പലിനെ കുറിച്ചുള്ള രേഖകൾ വ്യക്തമാക്കുന്നത്. മുമ്പ് MKA എന്നറിയപ്പെട്ടിരുന്ന കപ്പലാണിത്. റഷ്യൻ ഇറാനിയൻ എണ്ണക്കടത്തിനായി ഒരുപാട് വട്ടം ഉപയോഗിച്ചിട്ടുള്ള കപ്പലുമാണിത്. അങ്ങനെ അമേരിക്കയുടെ നോട്ടപ്പുള്ളിയായ കപ്പലാണ് ഉപരോധത്തെ പേടിക്കാതെ ഹോർമൂസിലേക്ക് കടന്നിരിക്കുന്നത്. തങ്ങളുടെ കപ്പലുകളെ അമേരിക്ക തടഞ്ഞാൽ കളി മാറുമെന്ന് തന്നെയാണ് ചൈനയുടെ ശക്തമായ മുന്നറിയിപ്പ്. ഇതിൻ്റെ പ്രത്യാഘാതം മനസ്സിലാക്കി തന്നെയാണ് ഉപരോധമുള്ള കപ്പലായിട്ട് പോലും റിച്ച് സ്റ്റാറിയെ അമേരിക്കൻ നാവികസേന തടയാത്തത്. ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജൂങ് അമേരിക്കയോടായി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിലും ഇറാനുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലും അമേരിക്ക ഇടപെടരുത്. ഇറാനുമായി ചൈനയ്ക്ക് നിലവിൽ വ്യാപാര ഊർജ കരാറുകളുണ്ട്. ഈ കരാറുകളെ ചൈന ബഹുമാനിക്കും. അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 40%, LNG ആവശ്യത്തിൻ്റെ 30% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. അതിനാൽ ഈ പാത തടസ്സപ്പെടുത്തുന്നത് തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങളെ ബാധിക്കുമെന്ന് ചൈന ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ചൈന ഈ നീക്കത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കൻ ആധിപത്യത്തെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്ന് തന്നെ നമ്മൾ കാണണം. ഹോർമൂസ് പോലുള്ള തന്ത്രപ്രധാനമായ പാതകൾ തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കായി ഏതുവിധേനയും സംരക്ഷിക്കുമെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ചൈന അമേരിക്കയ്ക്കും ലോകരാഷ്ട്രങ്ങൾക്കും നൽകുന്നത്. അമേരിക്കയുടെ ഭീഷണികളെ തങ്ങൾ വകവെക്കില്ല എന്നും ചൈന തെളിയിച്ചിരിക്കുന്നു. റഷ്യയും ഈ മേഖലയിലേക്ക് ഉടൻ കപ്പലുകൾ അയക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് ഇറാനു വേണ്ടി അമേരിക്കൻ ഉപരോധം പൊട്ടിക്കാൻ ചൈനയും റഷ്യയും അറിഞ്ഞു തന്നെ കളിക്കുകയാണ്. ഇറാൻ ചൈനയുടെയും റഷ്യയുടെയും തന്ത്രപ്രധാന പങ്കാളിയാണ്. പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ
എന്ത് വില കൊടുത്തും ഇറാനെ സംരക്ഷിക്കാൻ, ഇറാന് കാവലായി പുടിനും ഷീ നിൽക്കാനൊരു ബാധ്യത അവർക്കുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ഇറാനും ചൈനയും റഷ്യയും ചേർന്ന് ഹോർമൂസിൽ മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2026 എന്ന പേരിൽ സംയുക്ത നാവികാഭ്യാസം നടത്തിയിരുന്ന കാര്യവും നമ്മൾ ഓർക്കണം. ഇതോടെയാണ് അമേരിക്ക അന്ന് ചർച്ചാ വഴികളിലേക്ക് പോയത്. എന്തായാലും അമേരിക്കൻ ഉപരോധത്തെ മറികടക്കാൻ റഷ്യയും ചൈനയും കൈകോർക്കുന്നത് മേഖലയിൽ വലിയ സൈനിക സംഘർഷത്തിനുള്ള സാധ്യതയാണ് കൂട്ടുന്നത്. ചൈനീസ് കപ്പലുകൾക്ക് പിന്നാലെ റഷ്യൻ കപ്പലുകളും കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചാൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറും. അതായത് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ അമേരിക്കയും ചൈന റഷ്യ സഖ്യവും തമ്മിലുള്ള ഒരു ശക്തി പരീക്ഷണത്തിൻ്റെ വേദിയായി മാറിയിരിക്കുന്നു എന്ന് പറയാവുന്ന ഒരു സ്ഥിതിയാണ്. ഈ പേടിയിലാണ് വീണ്ടും ഇറാനുമായി ചർച്ച നടത്താനുള്ള താല്പര്യവുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനായി തുർക്കിയെയും പാകിസ്ഥാനെയും വിദഗ്ധമായി ഉപയോഗിക്കുകയാണ് ട്രംപ്. ഒമാൻ ഇറാൻ ചായ്വുള്ള രാജ്യമായതുകൊണ്ട് പാകിസ്ഥാൻ്റെയും തുർക്കിയുടെയും രംഗപ്രവേശനം ഉണ്ടാകുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തുർക്കി ഇറാന് വലിയ താല്പര്യമുള്ള രാജ്യമല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതിനിടെ ഇസ്ലാമാബാദ് ചർച്ചയിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കാര്യത്തിൽ അമേരിക്ക വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം 20 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നാണ് ഇസ്ലാമാബാദിൽ അമേരിക്ക ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് 5 വർഷം മാത്രമേ സാധ്യമാകൂ എന്നുള്ള മുൻ നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നു. ചർച്ചയിൽ 12 വർഷം എന്നുള്ള നിർദ്ദേശം മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചെങ്കിലും അത് ഇറാനും അമേരിക്കയും അംഗീകരിച്ചില്ല. എന്തായാലും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം എന്നേക്കുമായി നിർത്തണം എന്ന നിലപാടിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയത്, അത് 20 വർഷമായി കുറച്ചത് ഇറാന്റെ നിലപാടിൻ്റെ വിജയമായാണ് നിരീക്ഷകരെല്ലാം കാണുന്നത്. അമേരിക്ക ഇറാന് വിശ്വാസമില്ലാത്തതും ഇസ്ലാമാബാദ് ചർച്ചയിൽ വിനയായെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒപ്പം ഹോർമൂസിലേക്ക് അമേരിക്ക നടത്തിയ കപ്പൽ പ്രകോപനവും ചർച്ചയെ വളരെ ദോഷകരമായി ബാധിച്ചു. ചൈനീസ് റഷ്യൻ പേടി മാത്രമല്ല അമേരിക്ക ചർച്ചയ്ക്ക് ഇപ്പോൾ ഒരുങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം കൂടി അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അത് നാറ്റോ രാജ്യങ്ങളുടെ നിലപാടാണ്. അമേരിക്ക ഹോർമൂസിൽ ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഒപ്പം ചേരുമെന്നാണ് ട്രംപ് വിചാരിച്ചത്. അതിനുവേണ്ടിയാണ് നാറ്റോയെ കൊണ്ട് അമേരിക്കയ്ക്ക് ഉപയോഗമൊന്നുമില്ല എന്നും നാറ്റോയിൽ നിന്ന് അമേരിക്ക ഉടൻ പുറത്തു പോകും എന്നുമൊക്കെയുള്ള ഭീഷണികളും സമ്മർദ്ദ തന്ത്രങ്ങളും ട്രംപ് പ്രയോഗിച്ചത്. പക്ഷേ ആ തന്ത്രത്തിൽ നാറ്റോ രാജ്യങ്ങൾ വീണില്ല. അവർ ഹോർമൂസിലെ അമേരിക്കൻ ഉപരോധത്തിൽ പങ്കുചേരില്ല എന്നുള്ള കർശന നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രം അവിടെ ഇടപെടാമെന്നാണ് നാറ്റോ രാജ്യങ്ങൾ പറയുന്നത്. ട്രംപിൻ്റെ പ്രകോപനം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നാറ്റോ രാജ്യങ്ങൾ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഗ്രീൻലാൻഡിൻ്റെ പേരിൽ ട്രംപ് തങ്ങളെ കുഴപ്പത്തിലാക്കിയത് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും മറക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഹോർമൂസിലെ പൂർണ്ണമായ ഉപരോധം ഒറ്റയ്ക്ക് നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യമല്ലെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ബോധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനെങ്കിലും ഒപ്പം ചേരുമെന്ന്, ഈ ഉപരോധത്തിന് ഒപ്പം ചേരുമെന്ന് ട്രംപ് വിചാരിച്ചു. ഇതിൻ്റെ ഭാഗമായാണ് ഉപരോധം ഉടൻ ആരംഭിക്കും, മറ്റു രാജ്യങ്ങളും ഈ ഉപരോധത്തിൽ പങ്കുചേരുമെന്ന് ട്രംപ് ഞായറാഴ്ച തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. പക്ഷേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ട്രംപിൻ്റെ ആ മോഹം തുടക്കത്തിലേ നുള്ളിക്കളഞ്ഞു. പകരം ഹോർമൂസ് തുറക്കാനായി പ്രവർത്തിക്കുമെന്നും കീർ സ്റ്റാമർ വ്യക്തമാക്കി. കടലിടുക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ബഹുരാഷ്ട്ര ദൗത്യസംഘം രൂപീകരിക്കാൻ ബ്രിട്ടനും മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് ഫ്രാൻസ് ഒരു സമ്മേളനം തന്നെ സംഘടിപ്പിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എക്സിൽ കുറിക്കുകയും ചെയ്തു. ഇറാൻ യുദ്ധത്തിലേക്ക് പരോക്ഷമായി തങ്ങളെ വലിച്ചിഴയ്ക്കാനുള്ള നീക്കമാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്നത് എന്നുള്ള ബോധ്യം കൂടിയാണ് നാറ്റോ രാജ്യങ്ങളെ ഹോർമൂസ് ഉപരോധത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തായാലും നാറ്റോ രാജ്യങ്ങളുടെ ഈ തീരുമാനവും ഹോർമൂസിലെ ചൈനീസ് റഷ്യൻ നീക്കങ്ങളുടെ പേടിയും വീണ്ടും ചർച്ചാ ടേബിളിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചു എന്ന് തന്നെയാണ് വിശകലന വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. രണ്ടാം ഘട്ട ചർച്ചയിലെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നെതന്യാഹുവിൻ്റെ പാരകളിൽ നിന്ന് അമേരിക്ക മാറി നിൽക്കുമെന്നും വെറുതെ പ്രതീക്ഷിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ നേരിട്ട് കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ നിങ്ങൾക്ക് അംഗമാകാം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.